ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു dhansasworld. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നുമല്ല, ദോശ തന്നെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ തലേന്നൊക്കെ അരി കുതിർത്ത് അരച്ച് മാവ് പൊങ്ങാൻ വെച്ചാണ് ദോശ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഒരു ദോശ നമ്മൾ ഉണ്ടാക്കുന്നത് രാവിലെ അരി അരച്ചിട്ട് അപ്പാടെ തന്നെ ചുടുന്നൊരു ദോശയാണിത്. വെറും ഒരു 5-10 മിനിറ്റിൻ്റെ ആ ഒരു സമയം മാത്രമേ നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അതുപോലെ ഈ ദോശ കഴിക്കാൻ വേണ്ടി നമുക്ക് കറീൻ്റെ ആവശ്യം പോലുമില്ല. അപ്പോൾ ചൂട് ചായേൻ്റെ കൂടെ നമുക്കിതിങ്ങനെ വെറുതെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഉഴുന്നാണ്. ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഉഴുന്നെടുത്തിട്ടുണ്ട്. 1/4 കപ്പിലാണ് എടുത്തത്. അതുപോലെ തന്നെ 3/4 കപ്പിൽ പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പച്ചരി ഞാൻ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഉഴുന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ആ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ അരച്ചിട്ട് ചുടുന്നതിൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിപ്പോൾ തലേന്ന് രാത്രിയാണ് കേട്ടോ കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് നോക്കാം. ഇനിയിപ്പോൾ രാവിലെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ മുന്നേ നമുക്കിത് ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ അരിയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കഴുകാണ്ടാണ് തലേന്ന് ഇത് കുതിർത്ത് വെച്ചത്. ഇനിയിപ്പോൾ തലേന്ന് കഴുകിയിട്ട് കുതിർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു വെള്ളത്തിൽ തന്നെ നിങ്ങൾ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ അരി ഉഴുന്നത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിയും ഉഴുന്നും നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശക്കും അരക്കുമ്പോൾ സെപ്പറേറ്റ് ആണ് കുതിർത്ത് വെക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരുമിച്ച് തന്നെ അങ്ങനെ കുതിർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ചോറ് വേണം. അപ്പോൾ ചോറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ദോശ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല പഞ്ഞി പോലത്തെ ദോശയായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ ചോറ് ചേർക്കുന്നില്ല, അതുപോലെ തന്നെ ഒരിത്തിരി ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വരണം. സാധാരണ ദോശക്കും ഇഡ്ഡലിക്കും അരക്കുന്നത് പോലെ തരിതരിപ്പായിട്ട് അരക്കാൻ പാടില്ല. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വരിക. കുറച്ച് ലൂസായിട്ടാണ് നമ്മളിത് അരക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ നല്ല ഇതായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തരിതരിപ്പൊന്നുമില്ല, നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു കണ്ണൂർ സ്പെഷ്യൽ ദോശയാണ്. മിക്കവരും ഉണ്ടാക്കുന്ന റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ ദോശേൻ്റെ. അത് ചുവന്ന ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ദോശയാണ്. ചുവന്നുള്ളിയും പെരിഞ്ചീരകമൊക്കെ ചേർത്തിട്ട് അതും നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണ്. അപ്പോൾ ഇതാ നമുക്കിനി ഇതൊരു കപ്പിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി മിക്സീൻ്റെ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള മാവ് തന്നെ നമുക്കിത് വേണ്ടുന്നത്. സാധാരണ ദോശേൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല, എന്നാൽ നമ്മൾ ആ നീർദോശേൻ്റെ അത്രയും ലൂസായിട്ടുള്ള മാവല്ല നമുക്ക് വേണ്ടുന്നത്. ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിൽ ചേർക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ദോശക്ക് കറി നിർബന്ധമാണെന്നുള്ളവർ നമുക്ക് സമ്മന്തി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ ചെറുപയർ കറി ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ നമ്മളെ ഉരുളക്കിഴങ്ങ് ബാജിയില്ലേ, അതും ഏറ്റവും നല്ല കോമ്പിനേഷനാണ് ഈ ദോശക്ക്. അപ്പോൾ കറി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അല്ലാണ്ട് നമുക്കിത് വെറുതെ കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. അപ്പോൾ നമുക്കിത് അപ്പാടെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിതാ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ പുരട്ടിയതിന് ശേഷം സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിത് തുറന്ന് വെച്ചിട്ട് തന്നെയാണ്. കാരണം ഇത് തിരിച്ചിട്ടിട്ട് വേവിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം ഫ്രൈ ആവുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നമ്മളെ ദോശേനെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ട, ഈ അടിഭാഗമൊക്കെ നല്ലോണം നല്ലൊരു കളറൊക്കെ ഇതുപോലെ ചേഞ്ചായി വരണം. അതുപോലെ കുറച്ച് നല്ലൊരു ക്രിസ്പി ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് വാങ്ങിക്കൊടുക്കാം. അതുപോലെ നമ്മളിത് ദോശ എല്ലാ മാവും ഇങ്ങനെ ചുട്ട് വെച്ചിട്ട് കാസറോളിലൊക്കെ വെക്കുന്നതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പാടെ തന്നെ തിന്നുന്നതാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ രാവിലെ അരച്ച് ചൂടുന്ന വേറൊരു ദോശേൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പോയിട്ട് കാണാം. അതിൽ തന്നെ ഒരു സമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങയൊക്കെ വറുത്തിട്ടുണ്ടാക്കുന്ന ഒരു സമ്മന്തിയാണ്. അതും ഈ ദോശക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള സമ്മന്തിയാണ്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് കാണാം, എന്നിട്ട് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെ ദോശയൊക്കെ ഇതാ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഈ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3-4 എണ്ണമൊക്കെ ചുട്ടെടുത്ത് കഴിയുമ്പോഴേക്കും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് മുറിഞ്ഞ് പോകുന്നുണ്ട്. അത്രയും സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്